കഴിഞ്ഞ ഒരാഴ്ചയായി കടുത്ത വാക്പോരിലാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും. സഭയിൽ നേർക്കുനേർ മുട്ടിയും വാർത്താ സമ്മേളനങ്ങളിൽ പരസ്പരം കൊടുത്തും കൊണ്ടും സമൂഹ മാധ്യമങ്ങളിൽ ഉരുളയ്ക്കുപ്പേരിയായി തഗ്ഗുകൾ അടിച്ചും തിരിച്ചടിച്ചും ഇരു നേതാക്കളും അങ്ങനെ അടിച്ചോടിച്ച് നിൽപ്പാണ്. അതിൽ ഒടുവിലത്തേതായിരുന്നു നേമത്ത് വന്ന് മത്സരിക്കാൻ വി ശിവൻകുട്ടി വി ഡി സതീശനെ വെല്ലുവിളിച്ചത്. യഥാർത്ഥ വിഷയങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിക്കാനുള്ള തോണ്ടലും പിച്ചലും എന്ന് പറഞ്ഞാണ് സതീശൻ ഈ വെല്ലുവിളി നിഷേധിച്ചത്. നേമത്ത് മത്സരിക്കാനില്ല എന്ന പ്രതിപക്ഷ നേതാവിന്റെ തീരുമാനം വ്യക്തിഗത തീരുമാനമല്ല, ബിജെപിയുമായി ഉണ്ടാക്കിയ രാഷ്ട്രീയ കച്ചവടത്തിന്റെ ഭാഗമാണെന്ന് വി ശിവൻകുട്ടി തിരിച്ചടിച്ചു. രാഷ്ട്രീയ വാക്യുദ്ധത്തിലെ സ്ഥിരം പ്രതിയോഗികളാണ് വി ശിവൻകുട്ടിയും വി ഡി സതീശനുമെങ്കിൽ പോര് അതിന്റെ പരമാവധിയിലും പാരമ്യത്തിലും എത്തിയത് ഈ നിയമസഭാ സമ്മേളനത്തിന്റെ തുടക്കം മുതലാണ്. ഭരണപക്ഷത്തിനെതിരെ സർവ്വസജ്ജമായി എത്തിയ പ്രതിപക്ഷ നിര ഒരു നിമിഷം വി ശിവൻകുട്ടിയുടെ കൗണ്ടർ ഫയറിംഗിൽ പതറിപ്പോയി. സ്വർണം കട്ടതിനായ അരപ്പ കോൺഗ്രസ് ആണ് അയ്യപ്പ. തീർന്നില്ല. സോണിയാഗാന്ധിയുടെ വീട്ടിലെത്തിയ പോറ്റി അവരുടെ കയ്യിൽ സ്വർണം കെട്ടിക്കൊടുത്തെന്നും അത് ഏത് സ്വർണമാണെന്നറിയാൻ സോണിയാഗാന്ധിയെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യണമെന്നും വീട് റെയ്ഡ് ചെയ്യണമെന്നും ശിവൻകുട്ടി കടത്തി പറഞ്ഞു. സോണിയാഗാന്ധി അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യണം, സോണിയാഗാന്ധിയുടെ വീട് റെയ്ഡ് ചെയ്യണം. സോണിയാഗാന്ധിയുടെ വീട്ടിൽ 2 പ്രാവശ്യം പോയില്ലേ, അവിടെ കയ്യിൽ കെട്ടിക്കൊടുത്തില്ലേ സ്വർണം, ആ സ്വർണം എവിടുത്തെ സ്വർണം? അടുത്ത ദിവസം സഭയ്ക്ക് പുറത്ത് പാർട്ടി പരിപാടിയിൽ വി ഡി സതീശന്റെ പ്രത്യാക്രമണം. ആ പ്രതികരണവും പക്ഷേ കടന്നുപോയി. നിയന്ത്രണം കൈവിട്ട് മന്ത്രിയെ ഇവൻ എന്ന് വിളിച്ച് അധിക്ഷേപം. ഇവനെ പോലത്തെ ആളുകൾ മന്ത്രിമാരായിരിക്കാൻ യോഗ്യതയുള്ളവരാണോ? അസംബന്ധം പറയാൻ നിയമസഭയിൽ കയറിയെന്ന്, എന്നിട്ട് നിയമസഭയിൽ എങ്ങനെ പ്രവർത്തിക്കണമെന്ന് പ്രതിപക്ഷത്തിന് ക്ലാസ് എടുക്കുകയാണ്. ആര്? മറ്റേ അണ്ടർവെയർ പുറത്ത് കാണിച്ച് മുണ്ടുമടക്കി കൊത്തി ഡെസ്കിന്റെ മുമ്പിൽ കയറിയിരുന്ന് ഈ സാധനം മുഴുവൻ തല്ലിപ്പൊളിച്ചെടുത്തതാണ്. അതായത് നമ്മൾ മര്യാദയ്ക്ക് വന്ന് എഴുന്നേക്ക് നിന്ന് ഇത് പറഞ്ഞിട്ട് പോലല്ല, ഓന്റെ പോലെ മറ്റത് കാണിച്ചിട്ട് വേണം ചെയ്യാൻ. നാളുകൊണ്ടോ നിയമസഭയുടെ മേശപ്പുറത്ത് കയറിയതടക്കം പറഞ്ഞ് സതീശന്റെ തിരിച്ചടി. സംഭവം വൻ വിവാദമായതോടെ തിരുത്തൽ. മന്ത്രിയെ ഇവനെന്ന് വിളിച്ചിട്ടില്ല എന്ന് നിയമസഭയിൽ മറുപടി. ഞാൻ മറുപടി പറഞ്ഞപ്പോൾ എനിക്കറിയാം ഞാൻ സംസാരിക്കുന്ന സാധാരണ ഭാഷയിൽ നിന്ന് കടന്നുകൂടി പറഞ്ഞു, കുറച്ചുകൂടി കടന്നു പറഞ്ഞു. സത്യമാണ്. പക്ഷെ അവനൊന്നും ഇവനൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഓന്തിന്റെ ചിത്രം പോസ്റ്റ് ചെയ്ത് വെറുതെ ഓന്തിനെ പറയരുത് എന്നായിരുന്നു ശിവൻകുട്ടിയുടെ തിരിച്ചടി. സംസ്ഥാന ബജറ്റ് അവതരിപ്പിച്ചതിന് പിന്നാലെ പ്രതിപക്ഷ നേതാവ് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഖജനാവിൽ പൂച്ച പെറ്റുകിടക്കുന്നു എന്ന ഈ വിമർശനമായിരുന്നു അടുത്തത്. പൂച്ച പെറ്റുകിടക്കുന്ന ഖജനാവും നിരന്തരമായ പ്ലാൻ സൈസ് കട്ടിയലും കൊണ്ട് വിശ്വാസ്യത തകർന്ന ഒരു ധനകാര്യ സംവിധാനം നിലനിർത്തുന്ന ഈ സർക്കാർ അവതരിപ്പിച്ച ബജറ്റിൽ ജനങ്ങൾ ആരും വിശ്വസിക്കില്ല. ഖജനാവ് കാലിയെന്ന് രാപ്പകൽ പ്രസംഗിക്കുന്ന പ്രതിപക്ഷ നേതാവ് മാസാമാസം തന്റെ അലവൻസുകൾ കൃത്യമായി കൈപ്പറ്റുന്നുണ്ടല്ലോ എന്ന് മന്ത്രി. കേരളത്തിൽ നടക്കുന്ന വികസനം കാണാതെ പോകരുതെന്നും നെഗറ്റീവ് വാർത്തകൾ പടച്ചുവിടരുതെന്നും മറുപടി. തന്നെ സംഘി എന്ന് വിശേഷിപ്പിച്ചതിനെതിരെ വി ഡി സതീശൻ വിനായക് ദാമോദർ സതീശനാണെന്നായിരുന്നു തിരിച്ചടി. ശേഷം നേമത്ത് മത്സരിക്കാൻ വെല്ലുവിളി. സംഘപരിവാറിനെതിരെ വലിയ യോദ്ധാവായി സ്വയം ചമയുന്ന വി ഡി സതീശൻ വാക്കിലല്ല പ്രവൃത്തിയിൽ അത് തെളിയിക്കണം. യഥാർത്ഥ പോരാട്ടം എന്താണെന്ന് നേമം മണ്ഡലം സാക്ഷ്യപ്പെടുത്തിയതാണ്. നേമത്ത് മത്സരിക്കാൻ താനില്ല, ശിവൻകുട്ടിയുടെ സംസ്കാരത്തോട് മത്സരിക്കാനില്ല എന്ന് വി ഡി സതീശന്റെ മറുപടി. മറ്റ് പൊളിറ്റിക്കൽ നറേറ്റീവുകളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ നോക്കേണ്ടെന്നും സതീശൻ മറുപടി നൽകി. എന്നെ തൊട്ടിട്ട് പിടിക്കാൻ നോക്കിയതാണ് ഇപ്പം ഇതിലൊന്നും ഞാൻ വീഴൂല. അതിനൊന്നും അദ്ദേഹമായിട്ടൊന്നും മത്സരിക്കാൻ ഞാനില്ല. അദ്ദേഹം വലിയ ഒരാളാണ്. ഇതോടെ സാമൂഹിക മാധ്യമ ഫീഡുകൾക്ക് തീ പിടിച്ചു. ഇരുഭാഗത്തും അണികൾ ചേർന്നു. മുൻപുള്ള ചില വിവാദ സ്ക്രീൻഷോട്ടുകളും പ്രചരിച്ചു. വർഗീയ ശക്തികൾക്കെതിരെ അന്തം വിട്ട് പോരാടുമെന്ന് പറയുന്ന സതീശൻ നേമത്ത് വന്ന് പോരാടട്ടെ എന്ന് കരുതിയാണ് വിളിച്ചതെന്ന് വീണ്ടും വി ശിവൻകുട്ടി. വളരെ ബഹുമാനത്തോടുകൂടി അദ്ദേഹം നേമത്ത് മത്സരിക്കട്ടെ. അദ്ദേഹം വർഗീയ ശക്തികൾക്കെതിരെ ഞാൻ അന്തം വിട്ട് പോരാടും എന്നൊക്കെ പറയുന്നത് ഇങ്ങനെയല്ലേ പോരാടേണ്ടത്? പറവൂരിൽ BJP കോൺഗ്രസിനെ സഹായിക്കും, പകരം നേമത്ത് കോൺഗ്രസ് BJPയെ സഹായിക്കുമെന്നും ഇതിനായി വി ഡി സതീശന്റെ നേതൃത്വത്തിൽ ഡീൽ ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് ശിവൻകുട്ടിയുടെ ഒടുവിലത്തെ ആരോപണം. സതീശൻ നേമത്ത് മത്സരിക്കുകയോ മത്സരിക്കാതിരിക്കുകയോ ചെയ്യട്ടെ, ഏതായാലും താൻ വിവാദം അവസാനിപ്പിക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു നിർത്തുന്നു. അദ്ദേഹത്തിനല്ലാതെ ലോകത്ത് വേറെ ആരെ അദ്ദേഹം അംഗീകരിക്കുന്ന പ്രശ്നമേ ഇല്ല. അതിനെതിരായിട്ട് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ വായുധത്തിനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും. ഞാനെന്തായാലും മതിയാക്കി.
ഇനി അയാൾക്ക് അവിടെ നേമത്ത് വന്ന് മത്സരിക്കാതിരിക്കുകയോ എന്തുവേണോ ചെയ്തിട്ട്. അടുത്തത് സതീശന്റെ ടേണാണ്. അദ്ദേഹം മറുപടി തുടരുന്നുണ്ടെങ്കിൽ. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.